ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തേത് ഒരു ഡെസേർട്ട് റെസിപ്പിയാണ്. എല്ലാവരുടെയും വീട്ടിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് മാൽപുവ എന്നുള്ളൊരു ഡെസേർട്ടാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡെസേർട്ടാണ്, പക്ഷേ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഓൾസോ അടുത്തുള്ള ബെൽ ഐക്കോൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. നമുക്ക് ആദ്യം ഒരു ബാറ്റർ തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാൻ 1 കപ്പ് മൈദ, 1/4 കപ്പ് റവ, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, കുറച്ച് ചതച്ച പെരുംജീരകം അതായത് ഫെനൽ സീഡ്സ്, ഇതെല്ലാമാണ് ഞാൻ ആദ്യം ഒരു ബൗളിലേക്ക് ആഡ് ചെയ്യണത്. ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളുപ്പും ഞാൻ ചേർത്തിട്ടുണ്ട്. അത് ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയി. എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും നമുക്ക് നല്ലോണം ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ റെസിപ്പിയിൽ 1 കപ്പ് മൈദയ്ക്ക് പകരം 1/2 കപ്പ് ഗോതമ്പ് പൊടിയും 1/2 കപ്പ് മൈദയും നിങ്ങൾക്ക് ചേർക്കാം. അത് ഓരോരുത്തരുടെ പ്രിഫറൻസ് അനുസരിച്ച്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് പാല് ചേർക്കാം. പാലും അതേമാതിരി 1 കപ്പ് ഫുൾ ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പാലും 1/2 കപ്പ് വെള്ളവും ചേർക്കാവുന്നതാണ്. പാല് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു വിസ്ക് ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചോ നിങ്ങൾക്ക് ഇത് നല്ലോണം മിക്സ് ചെയ്യാം. ഒട്ടും ലംസ് ഉണ്ടാവാൻ പാടില്ല. നല്ലൊരു സ്മൂത്ത് ബാറ്റർ ആയിരിക്കണം. ഇനി നമുക്ക് ഈ ബാറ്റർ ഒരു മിനിമം 30 മിനിറ്റ്സ് അല്ലെങ്കിൽ മാക്സിമം 2 അവേഴ്സ് വരയ്ക്കും റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് ഷുഗർ സിറപ്പാണ് അടുത്തത് ഞാൻ തയ്യാറാക്കാൻ പോണത്. അതിനു വേണ്ടി 1/2 കപ്പ് വെള്ളവും 1 കപ്പ് പഞ്ചസാരയും ഒരു സോസ് പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ഒരു 4-5 ഏലക്ക ചതച്ചതും ഞാൻ ചേർക്കുന്നുണ്ട്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇത് നമുക്ക് ഒരു 4 to 5 മിനിറ്റ്സ് ബോയിൽ ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഒരു 5 to 6 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ നല്ലോണം ഇത് ബോയിൽ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ ഷുഗർ സിറപ്പും റെഡിയായി. നമുക്കിത് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. നമ്മളുടെ ബാറ്റർ ഇപ്പോൾ ഒരു 1 hour റെസ്റ്റ് ചെയ്യണു. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്റർ കിട്ടിയേക്കണത്. ഇത് ഒഴിക്കാൻ പറ്റണം, അല്ലാണ്ട് ഒരു തിക്ക് ബാറ്റർ അല്ല. ദോശമാവിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയാണ് ഈ ബാറ്ററിന് ആവശ്യം. അടുത്ത സ്റ്റെപ്പ് ഈ ബാറ്റർ വറുത്തെടുക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടി ഞാനൊരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായതിനു ശേഷം ഒരു കയ്യില് മാവ് നമുക്ക് ഈ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ പരത്ത് ഒന്നും ആവശ്യമില്ല. മാവ് ഒഴിക്കുമ്പോൾ തന്നെ അത് അങ്ങനെ റൗണ്ട് ഷേപ്പായിട്ട് നമുക്ക് കിട്ടിക്കോളും. പ്രത്യേകം ശ്രദ്ധിക്കുക, സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ചെയ്യാനായിട്ട്. വളരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പുറം വശം മാത്രം കരിഞ്ഞ് ഉള്ളിലത്തെ മാവ് വേവാണ്ടായിരിക്കും കിട്ടുക. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് മാത്രം ഇത് ചെയ്യുക. ട്രഡീഷണലി ഈ റെസിപ്പി ഗീല് അതായത് നെയ്യിലാണ് ഈ ബാറ്റർ അവർ വറുത്തെടുക്കുക. പക്ഷെ ഞാനിവിടെ സാധാരണ ഓയിലാണ് ഉപയോഗിക്കുന്നത്. എനി ന്യൂട്രൽ ഓയിൽ, അതായത് കൂടുതൽ സ്മെല്ലോ ഒരു ചൊവയോ ഇല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ഉപയോഗിക്കാവുന്നതാണ്. ഒരു 1 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇങ്ങനെ പൂരിമാരി ഇങ്ങനെ ഫ്ലഫി ആയിട്ട് വരും. ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇത് മീഡിയം ഫ്ലെയിമിൽ പൂരി ഉണ്ടാക്കണ പോലെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ശരിയായാൽ മാത്രമേ എണ്ണയിൽ ഒഴിക്കുമ്പോൾ അത് കറക്റ്റ് ഷേപ്പ് ഹോൾഡ് ചെയ്യുള്ളൂ. വെള്ളം കുറച്ച് കൂടിപ്പോയാലും അത് അതിൻ്റെ ഷേപ്പ് വിട്ടുപോകും. അതുകൊണ്ട് മെഷർമെൻറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു 5 മിനിറ്റ്സ് ആയി. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് നമ്മളുടെ മാൽപുവ. ഇപ്പോൾ നമുക്കിത് വാങ്ങാവുന്നതാണ്. ഇത് ഞാനൊരു പേപ്പർ ടവലിലേക്കാണ് വാങ്ങണത്. ഇനി നമുക്ക് ബാക്കിയുള്ള ബാറ്ററും ഇതേപോലെ വറുത്തെടുക്കാം. ഞാൻ മുഴുവൻ ബാറ്ററും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി നല്ലോണം ചൂടാറിയതിന് ശേഷം നമുക്ക് ഷുഗർ സിറപ്പിൽ മുക്കിയെടുക്കാം. ഷുഗർ സിറപ്പ് കുറച്ച് വാം ആയിരിക്കണം, അധികം ചൂടുണ്ടാവാൻ പാടില്ല. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പൂരി ഇതിലേക്ക് മുക്കിയെടുക്കാം. സ്റ്റൗ ഓൺ അല്ല കേട്ടോ. നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന പൂരി മിനിമം 1 മിനിറ്റ് എങ്കിലും ഷുഗർ സിറപ്പിൽ മുക്കി വെക്കാം. ഇപ്പോൾ നമ്മളുടെ മാൽപുവ റെഡിയായി. ഇത് നമുക്ക് ഓരോന്നായിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് സ്ലൈസ്ഡ് ആൽമണ്ട്സ് ആണ് വിതറുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി കാഷ്യൂനട്ടോ അല്ലെങ്കിൽ പിസ്താഷ്യോ എന്ത് വേണമെങ്കിൽ ചേർക്കാം.
ഇപ്പോൾ നമ്മളുടെ മാൽപൂവ റെഡി ആയിട്ടുണ്ട്. ഇതൊരു വാം ഡിസേർട്ടാണ്. അപ്പോൾ നല്ലോണം വാം ആയിട്ട് സെർവ് ചെയ്താലേ ഇതിന് സ്വാദ് ഉണ്ടാവുള്ളൂ, നമ്മളുടെ ഗുലാബ് ജാമുനൊക്കെ മാതിരി. അപ്പോൾ ഈ ഈസി റെസിപ്പി നിങ്ങളും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ഒരു വെറൈറ്റി സ്വീറ്റ് ഡിഷായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിനി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.